യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധന ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രത്യേകം സ്വാഗതം. പാശ്ചാത്യ സുറിയാനി ദൈവശാസ്ത്രത്തിൽ സഭ എന്നത് ഒരു കെട്ടിടമോ ഒരു സംഘടനയോ അല്ല, മറിച്ച് ആരാധനയ്ക്കായി വിളിച്ചു കൂട്ടപ്പെട്ട ദൈവജനത്തിൻ്റെ വിശുദ്ധമായ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ എന്ന സങ്കല്പത്തിൻ്റെ ഏതാനും ചിന്തകളാണ് ഈ ക്ലാസ്സിൽ നാം പ്രത്യേകമായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, മലയാളത്തിലെ സഭ എന്ന വാക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ എക്ലേസിയ എന്ന പദത്തിന് തുല്യമായ പദമാണ്. ഈ എക്ലേസിയ എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. പ്രസ്തുത പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി ഒത്തുകൂടിയ ഒരു കൂട്ടായ്മ എന്നാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു സമൂഹമാണ്. ഇത് ആരാധനയുടെ ഒരു സമൂഹമാണ്. അതാണ് ഈ സഭ എന്ന വാക്ക് പ്രത്യേകമായിട്ട് സൂചിതമാകുന്നത്. സുറിയാനിയിൽ തത്തുല്യമായ പദങ്ങളുണ്ട്. അത് ഈത്തോ എന്നും ക്നൂഷോ എന്നും അറിയപ്പെടുന്നു. ഈ രണ്ട് പദങ്ങളും സഭയുടെ ഒന്നിച്ചു കൂടലിനെ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ആഴമേറിയ ദൈവശാസ്ത്ര അർത്ഥങ്ങളും ഈ രണ്ട് സെമിറ്റിക് പദങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈത്തോ എന്ന പദം ഒരു നിർദ്ദിഷ്ട സമയത്ത് അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ കടന്നു വരുന്ന ഒരു കൂടിവരവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ആരാധനയ്ക്കായി ദൈവത്താൽ വേർതിരിച്ച് വിളിക്കപ്പെട്ട ദൈവജനം എന്നുള്ള വലിയ ആശയം നമുക്ക് ഈ പദത്തോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. ക്നൂഷോയും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നിച്ചുകൂടലാണ്, സമാഗമമാണ്. കൂടുതലായിട്ട് ഐക്യപ്പെടലിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പ്രസ്തുത പദം നമ്മെ നയിക്കുന്നു. നമ്മുടെ ആരാധന ദൈവശാസ്ത്രത്തിൽ രണ്ട് പദങ്ങളും വ്യത്യസ്തമായ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരം, കൂട്ടായ്മ എന്ന അനുഭവം, സഭ എന്ന വിശുദ്ധ ദൈവസമൂഹം, ആരാധനയിലൂടെ സംഭവിക്കുന്ന ഐക്യം, ക്രിസ്തു ശിരസ്സും വിശ്വാസികൾ അതിൻ്റെ അവയവങ്ങളുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരം ഇത്യാദി അർത്ഥങ്ങളൊക്കെ ഈ രണ്ട് പദങ്ങളും പ്രത്യേകമായിട്ട് സമ്മാനിക്കുന്നുണ്ട്. ആരാധനയിൽ സംഭവിക്കുന്ന ഭൗതികവും സ്വർഗീയവുമായ ഐക്യപ്പെടലിൻ്റെ ആത്മീയ പ്രക്രിയയിലേക്കാണ് ഈ പദങ്ങൾ നമ്മെ നയിക്കുന്നത്. ദൈവാലയത്തിൽ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ വിശ്വാസികൾ ഒന്നിച്ചു കൂടുമ്പോൾ ഭൂമിയിലെ സഭയും സ്വർഗത്തിലെ മാലാഖമാരും പരിശുദ്ധന്മാരും ഒന്നിച്ച് ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന വിശുദ്ധ സമാഗമം, അതാണ് ആരാധന, അതാണ് പരിശുദ്ധ സഭ. അപ്പോൾ പരിശുദ്ധ സഭ ഒരു ആരാധന കൂട്ടായ്മയാണ്. എങ്ങനെയാണ് ഇത് ആരാധനയുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നത്? ഒന്നാമതായിട്ട്, ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ ഒരു സമൂഹമാണ്. സഭ എന്നത് മനുഷ്യർ സ്വയം ഉണ്ടാക്കിയ കൂട്ടായ്മയല്ല, മറിച്ച് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ ആരാധനയ്ക്കായി ദൈവം വേർതിരിച്ച് വിളിച്ച കൂട്ടായ്മയാണ്. രണ്ടാമതായിട്ട്, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആരാധനാ സമൂഹം. പരിശുദ്ധ കുർബാന ആഘോഷിക്കുമ്പോഴാണ് സഭ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എക്ലേസിയ അഥവാ ഈത്തോ എന്ന തലത്തിൽ മാറുന്നത്. ക്രിസ്തു ശിരസ്സും വിശ്വാസികൾ അവയവങ്ങളുമായി ഏകശരീരമായി സമ്മേളിക്കുന്ന ഇടമായിട്ട് ആരാധനയും ഈ സഭയും മാറുകയാണ്. മൂന്നാമതായിട്ട്, സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ഒരു കൂട്ടായ്മയാണിത്. ഈ സംഗമത്തിൽ ഭൂമിയിലുള്ള വിശ്വാസികൾ മാത്രമല്ല, ദൈവമാതാവും പരിശുദ്ധന്മാരും മാലാഖമാരും വാങ്ങിപ്പോയവരും ഒന്നായി ചേർന്ന് ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു. അവരോടൊപ്പം ഭൗതിക സഭയിലെ നമ്മളും പങ്കെടുക്കുന്നു. ചുരുക്കത്തിൽ, പാശ്ചാത്യ സുറിയാനി ദൈവശാസ്ത്രം അനുസരിച്ച് സഭ എന്നാൽ ആരാധന നടക്കുന്ന സ്ഥലമല്ല, മറിച്ച് ആരാധനയ്ക്കായി ദൈവത്താൽ ഒന്നിച്ചു കൂട്ടപ്പെട്ട ജനസമൂഹമാണ്.
ഇറ്റ് ഈസ് എ ലിറ്റർജിക്കൽ അസംബ്ലി. അപ്പോൾ സഭ എന്നത് ഒരു സ്ഥാപനം എന്നതല്ല, മറിച്ച് ത്രിയേക ദൈവത്തെ ആരാധനയ്ക്കായി ഭൂമിയിൽ ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട പരിശുദ്ധമായ സംഗമമാണ്. വിശ്വാസികളുടെയും സ്വർഗീയ സൈന്യങ്ങളുടെയും വിശുദ്ധമായ ഒരു കൂട്ടായ്മയാണിത്. കേവലം ബാഹ്യമായ അനുഷ്ഠാനങ്ങളോ ചടങ്ങുകളോ അല്ല ആരാധന എന്ന് പറയുന്നത്, മറിച്ച് അത് ക്രിസ്തുവിലും അവിടുത്തെ ശരീരമായ സഭയിലുമുള്ള ജനങ്ങളുടെ, വിശ്വാസികളുടെ ജീവനുള്ള ഒത്തുകൂടലാണ്. ആരാധനാ വേളയിൽ പരിശുദ്ധ സഭ ഒരേ മനസ്സോടെ ദൈവ തിരുമുമ്പിൽ സന്നിഹിതരാകുന്ന യാഥാർത്ഥ്യം ഇത് വ്യക്തമാക്കുന്നു. ഭൂമിയും സ്വർഗവും ഒരേ സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ കൂട്ടായ്മ ഇത് വ്യക്തമാക്കി തരുന്നു. സുറിയാനി ഭാഷയിലെ ഷൗത്തോ ഫൂസോ എന്നൊരു പദം കൂട്ടായ്മയെ കുറിക്കുകയാണ്. ആരാധനാ ദൈവശാസ്ത്രത്തിൽ വളരെ പ്രസക്തിയോടുകൂടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ഷൗത്തോ ഫൂസോ അഥവാ കൂട്ടായ്മ എന്ന പദം. ഇത് പങ്കാളിത്തമെന്നും കൂട്ടായ്മയെന്നും വ്യക്തമാക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ ഗ്രീക്ക് ഭാഷയിലെ കൊയിനോണിയ എന്ന പദത്തിന് തത്തുല്യമായിട്ട് സുറിയാനിയിൽ, പ്രത്യേകിച്ച് പിശിത്ത ബൈബിളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഷൗത്തോ ഫൂസോ എന്ന പദമാണ്. ആരാധനാക്രമത്തിൽ വെളിപ്പെടുത്തുന്ന ഈ കൂട്ടായ്മയ്ക്ക്, ഷൗത്തോ ഫൂസോയ്ക്ക് പ്രധാനമായും 3 തലങ്ങളുണ്ട്. അപ്പോൾ നാം കാണുന്നത് ആരാധനയിലുള്ള ഈ കൂട്ടായ്മയുടെ 3 തലങ്ങൾ. ഒന്ന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. ദർ ഈസ് എ ഡിവൈൻ കമ്മ്യൂണിയൻ. ഇത് ഒരു വെർട്ടിക്കൽ ആസ്പെക്റ്റാണ്. ആരാധനയിലൂടെ വിശ്വാസി ത്രിയേക ദൈവത്തിൻ്റെ ജീവനിലേക്കും കൃപയിലേക്കും പങ്കാളിയാകുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ട ബന്ധമാണിത്. പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധ തിരുശരീര രക്തങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെ വിശ്വാസി ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാകുന്നു. ഇതുതന്നെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ദൈവീകരണം എന്ന പ്രക്രിയ, ദൈഫിക്കേഷൻ എന്ന പ്രക്രിയ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കൂട്ടായ്മ സഭാംഗങ്ങൾ തമ്മിലുള്ളതാണ്, എക്ലേസിയൽ കമ്മ്യൂണിയൻ. അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ആസ്പെക്റ്റാണ്. ക്രിസ്തു എന്ന ഏക ശരീരത്തിലെ അവയവങ്ങളായ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയാണിത്. പരിശുദ്ധ കുർബാനയിൽ അനാഫ്രയുടെ ആരംഭം എന്ന് പറയുന്നത് സമാധാന വന്ദനത്തോടുകൂടിയാണ്. ഇത് ഈ കൂട്ടായ്മയുടെ ബാഹ്യമായ ഒരു വെളിപ്പെടുത്തലാണ്. സഹോദരനുമായി പൊരുത്തപ്പെടാതെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ കഴിയില്ലെന്ന സുവിശേഷ സത്യം ഈ ആരാധനയിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. മൂന്നാമതായി, സ്വർഗീയവും ഭൗതികവുമായ സഭകളുടെ ഒരൈക്യം, കോസ്മിക് ആൻഡ് എസ്കത്തോളജിക്കൽ കമ്മ്യൂണിയൻ. പാശ്ചാത്യ സുറിയാനി ദൈവശാസ്ത്രമനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ, ആരാധനയിൽ ഭൂമിയിലെ സഭ മാത്രമായിട്ടല്ല പങ്കെടുക്കുന്നത്, മറിച്ച് വാങ്ങിപ്പോയ പരിശുദ്ധന്മാരും ദൈവമാതാവായ മറിയവും മാലാഖമാരും വിശുദ്ധന്മാരും എല്ലാം ഭൂമിയിലെ വിശ്വാസികളോടൊപ്പം ഒരേ ബലിയിൽ, ഒരേ ആരാധനയിൽ പങ്കാളിയാകുന്നു. പരിശുദ്ധ കുർബാനയിലെ തുബ്ദേ ഇതിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമാണ്. ഈ കൂട്ടായ്മയുടെ അനുഭവം വെളിപ്പെടുത്തുന്ന മലങ്കര സുറിയാനി ആരാധനയിലെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലെ ചില സന്ദർഭങ്ങൾ കൂടി കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമതായിട്ട് ത്രിത്വേക ആശീർവാദം, ട്രിനിറ്റേറിയൻ ബ്ലെസ്സിങ്, അതായത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എന്നുള്ള ആശീർവാദം ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമതായി വിശുദ്ധ രഹസ്യങ്ങളുടെ ഒന്നുചേരൽ. നമുക്കറിയാം, അൻപുടയോനെ എന്ന ഗാനം പാടുന്ന അവസരത്തിൽ വൈദികൻ രഹസ്യ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കർത്താവിൻ്റെ തിരുശരീരങ്ങൾ തമ്മിൽ ഒന്നു ചേർക്കുകയാണ്. അപ്പോൾ സഭ മുഴുവൻ ക്രിസ്തുവിൽ ഒന്നാകുന്ന ഒരു രഹസ്യാത്മകത അവിടെ പ്രത്യേകമായിട്ട് ആഘോഷിക്കുകയാണ്. അതും ഒരു കൂട്ടായ്മയുടെ അനുഭവം അതിൻ്റെ ആന്തരിക തലത്തിൽ അവതരിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് വിശുദ്ധ കുർബാനയുടെ അനുഭവം, ഹോളി കമ്മ്യൂണിയൻ.
വിശ്വാസികൾ വിശുദ്ധ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തോടും പരസ്പരവും പരിപൂർണമായി ഐക്യപ്പെടുന്നു. ചുരുക്കത്തിൽ ആരാധന എന്നത് ഒരു കൂട്ടായ്മയുടെ ആന്തരിക ജീവനും അനുഭൂതിയുമാണ്. സഭ എന്നത് ദൈവികവും ഭൗതികവുമായ ഒരു കൂട്ടായ്മയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദുഃഖറോനോ എന്ന പദത്തിൻ്റെ ആന്തരിക അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. പാശ്ചാത്യ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിലും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലും അത്യന്തം ആഴമേറിയ ദൈവശാസ്ത്ര സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ദുഃഖറോനോ. ഈ സുറിയാനി പദത്തിൻ്റെ നേർപരിഭാഷ ഓർമ്മ, സ്മരണ അല്ലെങ്കിൽ ഓർമ്മ പെരുന്നാൾ എന്നിങ്ങനെയാണ്. പാശ്ചാത്യ സുറിയാനി ദൈവശാസ്ത്രത്തിൽ ദുഃഖറോനോ എന്നത് കേവലം കഴിഞ്ഞുപോയ ഒരു സംഭവത്തെക്കുറിച്ചോ മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ചോ ഉള്ള മാനസികമായ ഒരു ചരിത്ര സ്മരണയല്ല. ഇറ്റ് ഇസ് നോട്ട് എ മെൻ്റൽ റിക്കളക്ഷൻ. മറിച്ച് അത് ആരാധനയിലൂടെ ഭൂതകാലത്തിലെ വിശുദ്ധ സംഭവങ്ങളെയും പരിശുദ്ധന്മാരെയും വർത്തമാനകാലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ജീവസുറ്റ അനുഭവമാണ്. ഇറ്റ് ഈസ് എ ലിവിങ് മെമ്മോറിയൽ. കുറച്ചുകൂടി ആരാധനയുടെ ഭാഷയിൽ പറഞ്ഞാൽ അനംനേസിസ് ആണ്. ഈ വാക്ക് രണ്ട് പ്രധാന സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ സ്മരണ, മാറാനായ പെരുന്നാളുകൾ. പരിശുദ്ധ കുർബാനയുടെ അനാഫ്രയിൽ വൈദികൻ കർത്താവിൻ്റെ അന്ത്യത്താഴ വാക്കുകൾ ഉച്ചരിച്ച ശേഷം പ്രാർത്ഥിക്കുന്ന പ്രധാന ഭാഗത്ത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, അവിടെയും ദുഃഖറോനോ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ ഒരു കൽപ്പനയെ ഈ പദം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവം, മരണം, അടക്കം, മൂന്നാം നാളിലെ ഉത്ഥാനം, സ്വർഗാരോഹണം, രണ്ടാമത്തെ വരവ് എന്നിവ കേവലം ചരിത്ര സംഭവങ്ങളായിട്ടല്ല, പിന്നെയോ അത് ഇന്ന്, ഇപ്പോൾ, ഇവിടെ വിശ്വാസികൾക്കായി വീണ്ടും ജീവസുറ്റ യാഥാർത്ഥ്യമായി മാറുന്നു. അതാണ് ദുഃഖറോനോ അഥവാ അനംനേസിസ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് പരിശുദ്ധന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും സ്മരണയെ കുറിക്കുവാൻ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ 4, 5, 6 തുബ്ദേനുകളിൽ ഈ പദം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയം, ശ്ലീഹന്മാർ, സഹദേന്മാർ, സഭാപിതാക്കന്മാർ, തങ്ങളുടെ പൂർവികർ എന്നിവരെ സഭ പേരെടുത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇനിയും എന്താണ് ഈ പദത്തിൻ്റെ, ഓർമ്മയുടെ ദൈവശാസ്ത്ര സവിശേഷതകൾ? ഇവിടെയും ഈ പദവും സൂചിപ്പിക്കുന്നത് സഭ എന്ന് പറയുന്നത് ഒരു ഐക്യത്തിൻ്റെ നിറവ് എന്ന രീതിയിലാണ്. ഇറ്റ്സ് എ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ആദിമസഭയിൽ എല്ലാ വിശ്വാസികളെയും കുറിക്കുവാൻ ഉപയോഗിക്കുന്ന പദം വിശുദ്ധൻ എന്നുള്ളതാണ്. അപ്പോൾ സഭ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. സുറിയാനി സങ്കല്പത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഇല്ലാതാകുന്നില്ല, അവർ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഭൂമിയിലെ പോരാടുന്ന സഭയും സ്വർഗത്തിലെ വിജയം വരിച്ച സഭയും ഒന്നിച്ചു ചേരുന്ന വിശ്വവ്യാപകമായ ഒരു വിശുദ്ധ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും. ആ കൂട്ടായ്മയെ സൂചിപ്പിക്കുവാൻ ഈ ദുഃഖറോനോ, ഈ ഓർമ്മ എന്ന പദം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഓർമ്മയിലൂടെ ഭൂമിയിലുള്ളവർ സ്വർഗത്തിലെ വിശുദ്ധരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും അവരുടെ മധ്യസ്ഥത അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇനിയും ഈ പദത്തിൻ്റെ മറ്റൊരു ദൈവശാസ്ത്രപരമായ അർത്ഥം, ഇത് സമയത്തിന് അതീതമായ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നു. എസ്കത്തോളജിക്കൽ ടൈം എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഈ ആരാധനയിൽ സമയം ഭൗതികമായ ഭൂത, വർത്തമാന, ഭാവി അളവുകൾക്കപ്പുറമാണ്. ദുഃഖറോനോ അർപ്പിക്കപ്പെടുമ്പോൾ ഭൂതകാലത്തിലെ പരിശുദ്ധന്മാരുടെ വിശ്വസ്തതയും വർത്തമാനകാലത്തിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയും ഭാവിയിൽ വരാനിരിക്കുന്ന നിത്യജീവൻ്റെ പ്രത്യാശയും ഒന്നിച്ച് ചേരുകയാണ്. ഇനിയും ഇവരെ വണങ്ങുന്നത് വഴി സഭ ഒരു ആരാധനയിലേക്കല്ല കടന്നു വരുന്നത്, മറിച്ച് അവരിലൂടെ ലഭിച്ച ദൈവകൃപയ്ക്ക് നന്ദി പറയുകയാണ്.
അവരുടെ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതത്തെ ഇവിടെ ആദരിക്കുകയാണ്. അപ്പോൾ ദുഃഖറോനോ എന്നത് മരിച്ചുപോയവരെക്കുറിച്ചുള്ള വിലാപമോ കേവലമായ ചരിത്ര ഓർമ്മയോ അവരോടുള്ള ആരാധനയോ അല്ല, മറിച്ച് ക്രിസ്തുവെന്ന ഏക ശിരസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സ്വർഗത്തിലെയും ഭൂമിയിലെയും സഭയുടെ അവിഭാജ്യമായ ജീവസുറ്റ കൂട്ടായ്മയെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകയാണ്, മോഡൽസ് ഓഫ് ഫെയ്ത്ത്. വിശുദ്ധന്മാരുടെ ക്രിസ്തീയമായ ജീവിതം, സഹനം, വിശ്വസ്തത എന്നിവയെ നാം ഇവിടെ ഓർക്കുന്നു. ആ ജീവിത മാതൃക സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുവാൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, മലങ്കര സഭയിൽ ഈ ദുഃഖറോനോ തിരുനാളിനോട് അനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട്. തലമുറകളായി കൈമാറി വന്ന പല സാംസ്കാരിക സഭാപരമായ ആചാരങ്ങളും ഈ ദുഃഖറോനോ പെരുന്നാളുകളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നോമ്പാചരണമുണ്ട്. ദുഃഖറോനോ ആഘോഷിക്കുന്നതിന് മുന്നോടിയായിട്ട് വിശ്വാസികൾ ദിവസങ്ങളോളം ഉപവാസവും നോമ്പും അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് നേർച്ചയുണ്ട്. ആദ്യകാല ക്രിസ്ത്യാനികളുടെ സ്നേഹവിരുന്നിൻ്റെ തുടർച്ചയായി ഈ പെരുന്നാൾ ദിനത്തിൽ സഭ നേർച്ച സമർപ്പിച്ച് എല്ലാവർക്കുമായിട്ട് അത് പങ്കിട്ട് നൽകുന്നു. ഇത് സഭയിലെ സാഹോദര്യത്തെയും പങ്കുവെക്കലിനെയും പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പദയാത്രകളുണ്ട്. വിശുദ്ധരുടെ മധ്യസ്ഥത തേടി പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് മൈലുകളോളം നഗ്നപാതരായി നടന്നു പോകുന്ന തീർത്ഥാടനങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. മറ്റൊരു പ്രത്യേകത, ഇതുമായി ബന്ധപ്പെട്ട് പ്രദക്ഷിണങ്ങളും കൊടിയേറ്റവുമുണ്ട്. പെരുന്നാൾ ദിനങ്ങൾക്ക് മുന്നോടിയായി ദേവാലയങ്ങളിൽ കൊടിയേറ്റ് നടത്തുന്ന പാരമ്പര്യമുണ്ട്. പ്രദക്ഷിണ വേളയിൽ കൊടികളും മുത്തുക്കുടകളും പിടിച്ചുകൊണ്ട് കുരിശിൻ്റെ പിന്നാലെ അണിനിരക്കുന്ന പ്രദക്ഷിണവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേകമായ ധൂവപ്രാർത്ഥനയും നേർച്ചത്തിരികളും ഇതിൻ്റെ ഭാഗമാണ്. വിശുദ്ധരുടെ കബറിടങ്ങളിലും ഛായാചിത്രങ്ങൾക്ക് മുമ്പിലും തിരികൾ കത്തിക്കുന്നത് മൂലം, അതുപോലെ തന്നെ ധൂപം അർപ്പിക്കുന്നത് മൂലം വിശ്വാസികളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്ന് സഭാമക്കൾ വിശ്വസിക്കുന്നു. അപ്പോൾ ദുഃഖറോനോ എന്നത് കേവലം ഒരു ആഘോഷം എന്നതിനേക്കാൾ ഉപരി സ്വർഗത്തിലെയും ഭൂമിയിലെയും സഭ ഒന്നാകുന്ന ജീവസുറ്റ ആരാധനയുടെ അനുഭവമാണ്. വിശുദ്ധരുടെ മധ്യസ്ഥതയിലുള്ള വിശ്വാസവും അവരിലൂടെ വെളിപ്പെട്ട ദൈവകൃപയോടുള്ള നന്ദിയുമാണ് ഓരോ ദുഃഖറോനോ ആഘോഷത്തിൻ്റെയും ആകെ തുക എന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധന്മാരെ ഓർക്കുന്നത് വളരെ ആഴമേറിയ ദൈവശാസ്ത്രവും ആരാധനാപരവുമായ കാരണങ്ങളുടെ വെളിച്ചത്തിലാണ്. അതൊരു കേവലം വ്യക്തിപൂജയുടെയോ ചരിത്ര സ്മരണയുടെയോ ഭാഗമല്ല, മറിച്ച് അത് ഈ സഭാ പാരമ്പര്യത്തിൻ്റെ അടിത്തറയാണ്, കൂട്ടായ്മയുടെ അനുഭവമാണ്. അതുപോലെ തന്നെ ദൈവിക രഹസ്യങ്ങളുടെ ആഘോഷത്തിൽ രക്ഷാകര സംഭവങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിശുദ്ധന്മാരുടെ നിർണായകമായ ഭാഗഭാഗിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ്. ഇവിടെ നാം പ്രത്യേകമായിട്ട് സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ അത് ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർ മാത്രം ഉള്ള ഒരൈക്യമെന്ന രീതിയിലല്ല, പിന്നെയോ അത് സ്വർഗത്തിലെ വിജയം വരിച്ച സഭയോടും ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമാണ്. നമുക്കറിയാം, പരിശുദ്ധ കുർബാന എന്ന ഏറ്റവും വലിയ ആരാധനയിൽ സ്വർഗവും ഭൂമിയും ഒന്നായിട്ട് തീരുകയാണ്. സ്വർഗത്തിലെ സകല ചരാചരങ്ങളും നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് വാങ്ങിപ്പോയവരും ഈ വിശുദ്ധ കൂട്ടായ്മയിൽ നമ്മോടൊപ്പം അദൃശ്യരായി സംബന്ധിക്കുന്നു. ഈ ബലിയിൽ അവരും പങ്കാളികളാകുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധന്മാർ ദൈവത്തിനു മുമ്പിൽ ജീവിക്കുന്നവരും സഭയ്ക്കായി മധ്യസ്ഥത വഹിക്കുന്നവരും ആയിട്ട് സഭ പ്രത്യേകമായിട്ട് അവരെ ചിത്രീകരിക്കുന്നു. അവരെ ഓർക്കുന്നതിലൂടെ ഭൂമിയിലെ സഭയുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും ചേർന്ന് നിൽക്കാൻ നാം അവരോട് അപേക്ഷിക്കുന്നു. ഈ തുബ്ദേൻ്റെ ഭാഗത്ത്
പരിശുദ്ധന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരെ ഓർക്കുകയും അവരുടെ മധ്യസ്ഥത തേടുകയും ചെയ്യുന്നത് ഈ ഓർമ്മയുടെ, ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. ഈ വിശുദ്ധന്മാർ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകയും പ്രത്യാശയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യ ജീവിതമാണവർ. ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ ജീവിതം പൂർത്തിയാക്കിയ വിശുദ്ധരുടെ മാതൃക വിശ്വാസികളെ സ്വന്തം ജീവിതാഹ്വാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രത്യേകമായി പ്രചോദിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ ഈ വിശുദ്ധ സാക്ഷ്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണം ക്രിസ്തുവിലുള്ള കൂട്ടായ്മയെ തകർക്കുന്നില്ലെന്നും ക്രിസ്തുവിൽ മരിച്ചവർ അവിടുത്തെ മഹത്വത്തിൽ ജീവിക്കുന്നുവെന്നുമുള്ള ഉത്ഥാന പ്രത്യാശയുടെ എസ്കത്തോളജിക്കൽ ഹോപ്പിൻ്റെ തെളിവാണ് ഈ വിശുദ്ധന്മാരുടെ ഓർമ്മ എന്നത്. ഇവിടെ ഒരു കൃതജ്ഞതയും ദൈവ മഹത്വീകരണവുമുണ്ട്. പരിശുദ്ധന്മാരിലൂടെ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സഭ ദൈവത്തിന് നന്ദിയർപ്പിക്കുന്നു. പരിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ആത്യന്തികമായി അവരിൽ പ്രവർത്തിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധനയായി മാറുന്നു. അപ്പോൾ പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ പരിശുദ്ധന്മാരെ പ്രത്യേകമായി ഓർക്കുന്നത് മരിച്ചവരെ ഓർക്കുന്നത് പോലെയല്ല, മറിച്ച് ക്രിസ്തുവെന്ന ഏക ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന സ്വർഗത്തിലെയും ഭൂമിയിലെയും സഭയുടെ അവിഭാജ്യമായ വിശുദ്ധ കൂട്ടായ്മയാണ് ഇതിലൂടെ നാം പ്രത്യേകമായി ആഘോഷിക്കുന്നത്. ഇവിടെ ആരാധന എന്ന പദവും വണക്കം അല്ലെങ്കിൽ ബഹുമാനം എന്ന പദവും തമ്മിൽ നാം വേർതിരിച്ച് കാണേണ്ടതാണ്. ത്രിയേക ദൈവത്തിനാണ് നാം ആരാധന അർപ്പിക്കുന്നത്. ദൈവമാതാവായ മറിയം ഉൾപ്പെടെയുള്ള പരിശുദ്ധന്മാർക്ക് നാം നൽകുന്നത് വണക്കം അഥവാ ബഹുമാനം മാത്രമാണ്. ഈ രണ്ടു പദങ്ങളും ഏറെ വ്യത്യസ്തമാണ്. പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്തതായ വേർതിരിവ് സഭയുടെ ആരാധന ഈ വാക്കുകൾക്ക് നൽകുന്നുണ്ട്. ആർക്കാണ് നാം ആരാധന അർപ്പിക്കുന്നത്? സൃഷ്ടാവായ ദൈവത്തിനാണ് നാം ആരാധന അർപ്പിക്കുന്നത്. ദൈവം സ്വഭാവത്താൽ തന്നെ സർവാധിപതിയും സൃഷ്ടാവും എന്ന നിലയിലുള്ള അവിടുത്തെ പരമാധികാരവും അംഗീകരിച്ച് പൂർണ്ണമായി ശരണപ്പെടുന്ന അത്യുന്നതമായ ആരാധനയാണ് ദൈവത്തിന് നാം നൽകുന്നത്. അപ്പോൾ ബലിയർപ്പണം അല്ലെങ്കിൽ ആരാധനയുടെ സമർപ്പണം അത് ദൈവത്തിനാണ്. ദൈവമല്ലാത്ത മറ്റൊരു സൃഷ്ടിക്കും ഇത്തരം ആദരവ് നൽകുന്നത് ഈ സഭാ പാരമ്പര്യത്തിൽ അത് ദൈവദൂഷണവും വിഗ്രഹാരാധനയുമാണ്. എന്താണ് വണക്കം അഥവാ ബഹുമാനം എന്ന പദം സൂചിപ്പിക്കുന്നത്? ആരെയാണ് നാം വണങ്ങുന്നത്? ആരെയാണ് നാം ബഹുമാനിക്കുന്നത്? പരിശുദ്ധന്മാർ, ശ്ലീഹന്മാർ, സഹദേന്മാർ എന്നിവർക്ക് നാം ആദരം നൽകുകയാണ്. ദൈവകൃപയാൽ വിശുദ്ധി പ്രാപിച്ച സഹമനുഷ്യരോടുള്ള ആദരവും ബഹുമാനവുമാണിത്. ഇത് ദൈവത്തെ പോലെ അവരെ ആരാധിക്കുകയല്ല, മറിച്ച് അവരിൽ പ്രവർത്തിച്ച ദൈവീയ കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അവരുടെ മാതൃകാപരമായ ജീവിതത്തെ ആദരിക്കലുമാണ്. ഇവിടെ പരിശുദ്ധ ദൈവമാതാവിന് ഒരു പ്രത്യേകമായ വണക്കം പരിശുദ്ധ സഭ നൽകുന്നുണ്ട്. എന്താണ് പരിശുദ്ധ ദൈവമാതാവിന് സഭ നൽകുന്ന വിശേഷമായ സ്ഥാനം? അത് ദൈവത്തിൻ്റെ മാതാവ് എന്നുള്ളതാണ്. യോൽദാസ് ആലോഹോ. സാധാരണ വിശുദ്ധർക്ക് നൽകുന്ന വണക്കത്തേക്കാൾ ഉയർന്നതും എന്നാൽ ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയേക്കാൾ താഴെയുള്ളതുമായ സവിശേഷമായ വണക്കമാണിത്. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിന് കാരണഭൂതയായതിനാലും പരിശുദ്ധന്മാരുടെ രാജ്ഞിയായതിനാലും ദൈവമാതാവിന് ഈ പ്രത്യേക സ്ഥാനം സഭ നൽകുന്നു. എന്താണ് ഈ മധ്യസ്ഥതയുടെ ദൈവശാസ്ത്രം? പാശ്ചാത്യ സുറിയാനി സഭയിൽ പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവത്തിന് തുല്യരായി പ്രാർത്ഥനകൾ കേട്ട് ഫലം നൽകുന്നു എന്ന് കരുതുന്നില്ല. നാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ദൈവത്തോടാണ് നാം അപേക്ഷ സമർപ്പിക്കുന്നത്. എന്നാൽ നാം വിശുദ്ധരോട് പ്രത്യേകമായി പ്രാർത്ഥനാ മാധ്യസ്ഥം യാചിക്കുന്നു. ഞങ്ങൾക്കു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധന്മാർ പ്രാർത്ഥനകൾ സാധിച്ചു തരുന്ന ദൈവങ്ങളല്ല, മറിച്ച് ദൈവ തിരുമുമ്പിൽ സഭയ്ക്കായി അപേക്ഷിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരും മധ്യസ്ഥരുമാണ്.
ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ പരിശുദ്ധന്മാരെ വണങ്ങുന്നതും ഓർക്കുന്നതും ആത്യന്തികമായി അവരെ വിശുദ്ധീകരിച്ച ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെയും സ്തുതിക്കുന്നതിൻ്റെയും ഭാഗം തന്നെയാണ്. പരിശുദ്ധ കുർബാനയിലെ തുബ്ദേനുകളിൽ ഈ വിശുദ്ധന്മാരോടുള്ള പ്രത്യേകമായ ഓർമ്മ നാം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ 6 തുബ്ദേനുകളെ പ്രധാനമായും 2 വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാവുന്നതാണ്. 1, 2, 3 മധ്യസ്ഥ പ്രാർത്ഥനകൾ ജീവിച്ചിരിക്കുന്നവർക്കായുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. എന്നാൽ 4, 5, 6 വാങ്ങിപ്പോയവർക്കായിട്ടുള്ള ഓർമ്മയും പ്രാർത്ഥനയുമാണ്. ഒന്നാമത്തെ ഭാഗം അത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായിട്ടും മരിച്ചവരുമായിട്ടുമുള്ള ഒരു കൂട്ടായ്മ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്നാം ഭാഗത്ത്, പ്രത്യേകിച്ച് 1-ാം തുബ്ദേനിൽ സഭാധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന മേൽപ്പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും സഭയെ ദൈവമാർഗത്തിൽ നയിക്കുവാനുമുള്ള കൃപ ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി സഭ പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുന്നു. 2-ാം തുബ്ദേനിൽ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ ക്രിസ്തീയ സഹോദരങ്ങൾ, ഭരണാധികാരികൾ എന്നിവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിശ്വാസികളുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾ, സമാധാനം, ഐക്യം എന്നിവ ദൈവത്തിനു മുമ്പിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. വേദനിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും പ്രത്യേകമായിട്ട് സഭ ഇവിടെ ഓർക്കുകയാണ്. 3-ാം തുബ്ദേനിൽ ഭൗതിക ഭരണാധികാരികൾക്കും ക്രിസ്തീയ തലവന്മാർക്കും വേണ്ടി, അതുപോലെ തന്നെ ലോക സമാധാനത്തിനു വേണ്ടിയും അവർ നീതിയോടെ ഭരണം നടത്തുന്നതിനു വേണ്ടിയും നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇനിയും 2-ാം ഘട്ടം, വാങ്ങിപ്പോയവർക്ക് വേണ്ടി. 4-ാം തുബ്ദേനിൽ പരിശുദ്ധ ദൈവമാതാവിനെയും പരിശുദ്ധന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ്, യോഹന്നാൻ മാബ്ദാന, വിശുദ്ധ സ്തേഫാനോസ്, മറ്റെല്ലാ പരിശുദ്ധന്മാരെയും പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് ഓർക്കുകയാണ്. അവരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നു. അവരുടെ ഓർമ്മ പ്രത്യേകമായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നു. 5-ാം തുബ്ദേനിൽ സഭാപിതാക്കന്മാർക്ക് വേണ്ടിയും വേദപാരംഗതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സഭയിൽ സത്യവിശ്വാസം സ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത സാർവത്രിക സുനകദോസുകളിലെ പിതാക്കന്മാരെയും മറ്റു മഹാന്മാരായ സഭാപിതാക്കന്മാരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരുടെ ഉപദേശങ്ങളിലും സത്യവിശ്വാസത്തിലും സഭ ഉറച്ചു നിൽക്കുവാൻ നമ്മെ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. 6-ാം തുബ്ദേനിൽ വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസത്തിൽ മരിച്ച് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എല്ലാ സാധാരണ വിശ്വാസികളെയും ഇവിടെ ഓർക്കുകയാണ്. അവരുടെ പാപങ്ങളുടെ മോചനത്തിനും അന്ത്യന്യായവിധി നാളിൽ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോ തുബ്ദേനും കൃത്യമായ ഒരു ആരാധനാക്രമ ഘടനയുണ്ട്. ഈ തുബ്ദേൻ എല്ലാം സൂചിപ്പിക്കുന്നത് ഈ സഭയുടെ ഒരു വലിയ കൂട്ടായ്മ എന്ന അനുഭവമാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സ്വർഗീയരും ഭൗതികരുമായ ഏവരും ഈ ആരാധനയിൽ സമ്മേളിക്കുന്നു എന്ന വലിയ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിലെ പോരാടുന്ന സഭയും ചർച്ച് മിലിറ്റൻ്റ്, സ്വർഗത്തിലെ വിജയം വരിച്ച സഭയും ചർച്ച് ട്രയംഫൻറ്റ്, അതുപോലെ തന്നെ പരലോകത്ത് വിശ്രമിക്കുന്ന സഭയും ചർച്ച് എക്സ്പെക്റ്റൻ്റ് തമ്മിലുള്ള ഒരു ഷൗട്ട് ഓഫ് ഫൂസോ, ഒരു അവിഭാജ്യമായ വിശുദ്ധ കൂട്ടായ്മ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ ദൈവമാതാവിന് നൽകുന്ന യോൾദാസ് ആലോഹോ, ദൈവത്തെ പ്രസവിച്ചവൾ, ദൈവമാതാവ് എന്ന ടൈറ്റിൽ, അതിൻ്റെ ദൈവശാസ്ത്രപരമായ ചില അർത്ഥങ്ങൾ കാണുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. കാരണം നമ്മുടെ ആരാധനയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ പ്രയോഗം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഇത് ഏറ്റവും പ്രമുഖവും ആഴമേറിയതുമായ ക്രിസ്തു വിജ്ഞാനീയ നാമകരണമാണ്. അതായത് ഒരു ക്രിസ്റ്റോളജിക്കൽ ടൈറ്റിലാണിത്. ദൈവത്തെ പ്രസവിച്ചവൾ. അപ്പോൾ ക്രിസ്തുവിന് വലിയ പ്രാധാന്യം ഈ ടൈറ്റിൽ
പ്രത്യേകമായിട്ട് നൽകുകയാണ്. ഇതൊരു മരിയോളജിക്കൽ ടൈറ്റിൽ എന്നതിനേക്കാൾ അപ്പുറം ഇതൊരു ക്രിസ്റ്റോളജിക്കൽ ടൈറ്റിലാണ്. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ഈ പദം കേവലം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടില്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യാവതാരത്തെയും കുറിച്ചുള്ള സഭയുടെ ആഴമേറിയ ദൈവശാസ്ത്ര പ്രഖ്യാപനത്തിനുള്ള ഒരു വേദിയാണ് ഈ പ്രയോഗം പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെയും മനുഷ്യാവതാരത്തിൻ്റെയും സാക്ഷ്യം ഈ പ്രയോഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും വെവ്വേറെയാണെന്നും മറിയം മനുഷ്യനായ യേശുവിനെ മാത്രമാണ് പ്രസവിച്ചതെന്നും പഠിപ്പിച്ച തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾക്കെതിരെ പരിശുദ്ധ സഭയുടെ സുന്നഹദോസ്, എഫേസസ് സുന്നഹദോസ് പ്രത്യേകമായി ഉയർത്തിപ്പിടിച്ച ഒരു ദൈവശാസ്ത്ര പ്രഖ്യാപനവും അതിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് ഈ പ്രയോഗം. മറ്റൊരു അർത്ഥം വചനം മാംസമായി തീർന്നു എന്ന ദൈവവചനത്തിൻ്റെ ഒരു അവതരണം കൂടിയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് നാം ഇപ്രകാരം വായിക്കുന്നത്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അനാദിയായ ദൈവവചനം കാലസമ്പൂർണതയിൽ കന്യകമറിയത്തിലൂടെ യഥാർത്ഥ മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കുന്നു. അത് കുറച്ചുകൂടി വ്യക്തമാക്കുവാൻ ഈ പ്രയോഗം നമ്മെ സഹായിക്കുകയാണ്. ഇനിയും മറിയത്തിൻ്റെ പ്രത്യേകമായ പങ്കും ഈ പദം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനയിൽ വളരെ വ്യത്യസ്തമായതും മനോഹരമായതുമായിട്ടുള്ള പ്രയോഗങ്ങൾ പരിശുദ്ധ ദൈവമാതാവിന് നൽകുന്നുണ്ട്. അതൊക്കെ ഈ രക്ഷണീയ വ്യാപാരത്തിൽ, രക്ഷാകര രഹസ്യങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവ് സഹകാരിയായി തീർന്നു എന്നതാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഈ 4-ാം തുബ്ദേനിൽ പരിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ ആദ്യമായിട്ട് പേരെടുത്ത് പറയുന്നത് ദൈവത്തെ പ്രസവിച്ചവളും ഭാഗ്യവതിയുമായ വിശുദ്ധ കന്യക മറിയം എന്ന് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം മറിയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഭാഗഭാഗിത്വവും പങ്കാളിത്തവുമാണ് അവതരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ യോൾദാസ് ആലോഹോ, ദൈവമാതാവ് എന്ന പ്രയോഗം പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവെന്ന ദൈവപുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ സംരക്ഷിക്കുന്ന സത്യവിശ്വാസത്തിൻ്റെ വലിയ ഒരു കോട്ടയാണത്. AD 431 എഫേസസ് സുന്നഹദോസിൽ വെച്ച് സഭാപിതാക്കന്മാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ദൈവത്തെ പ്രസവിച്ചവൾ എന്ന പ്രഖ്യാപനം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വിശ്വാസ സത്യമാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമത്തിൽ പരിശുദ്ധന്മാരെ അവിഭാജ്യ ഘടകമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് ആഴമേറിയ ദൈവശാസ്ത്രപരവും ആത്മീയവും ചരിത്രപരവുമായ കാരണങ്ങളുണ്ട്. ഈ പാരമ്പര്യത്തിൽ പരിശുദ്ധന്മാരുടെ സാന്നിധ്യം ബാഹ്യമായ ഒരു അനുബന്ധമല്ല, മറിച്ച് ആരാധനയുടെ സത്തയിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ഒന്നാണ്. എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായ കാരണങ്ങൾ? ഒന്ന്, ഇത് സഭയുടെ ഒരു സമഗ്രതയാണ്, എക്ലേസിയൽ കമ്മ്യൂണിയനാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സഭ എന്നത് കേവലം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ മാത്രം കൂട്ടായ്മയല്ല, ത്രിവിധ സഭകളുടെ ഐക്യമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഭൂമിയിൽ പോരാടുന്ന സഭയും പരലോകത്ത് ആശ്വാസം കൊള്ളുന്ന വിശ്വാസികളും സ്വർഗത്തിൽ വിജയം വരിച്ച വിശുദ്ധരും ചേർന്നതാണ് ഏക ക്രിസ്തു ശരീരം. ഒന്നിച്ച് പ്രാർത്ഥനകളും ആരാധനയും സമർപ്പിക്കുമ്പോൾ ഭൂമിയിലെ സഭ മാത്രമായിട്ടല്ല ആരാധിക്കുന്നത്, മാലാഖമാരും വിശുദ്ധരും ഭൗതിക സഭയോടൊപ്പം ഒന്നിച്ച് ബലിപീഠത്തിന് ചുറ്റും അണിനിരക്കുന്നു. അപ്പോൾ ഒരു വിശ്വവ്യാപകമായ കൂട്ടായ്മയുടെ സാക്ഷാത്കാരമാണ് ഈ വിശുദ്ധന്മാരോടുള്ള പ്രത്യേകമായ ഓർമ്മ അവതരിപ്പിക്കുന്നത്. 2, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ സജീവ കണ്ണികളാണ് ഈ വിശുദ്ധന്മാർ. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യം പഴയ നിയമത്തിലെ പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും തുടങ്ങി ശ്ലീഹന്മാരിലൂടെയും സഹോദരന്മാരിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും ഇന്നും തുടർന്നു പോരുന്ന ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ
ഈ ആരാധനയിൽ പുനരാവിഷ്കരിക്കുന്നു. പരിശുദ്ധന്മാർ ദൈവകൃപ മനുഷ്യ ചരിത്രത്തിൽ എങ്ങനെ ജീവസുറ്റതായി പ്രവർത്തിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഈ ആരാധനക്രമത്തിലെ ഗീതങ്ങളിലും തുബ്ദേനുകളിലും സദരാപ്രാർത്ഥനകളിലും ഒക്കെ അവരെ ഓർക്കുന്നതിലൂടെ രക്ഷാകര ചരിത്രം കഴിഞ്ഞുപോയ ഒന്നല്ലെന്നും ഇന്നും സഭയിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമാണെന്നും വിശ്വാസികളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. 3. സഹദേന്മാരുടെ രക്തവും ബലിപീഠവും. ആദ്യകാല സുറിയാനി സഭ നിരന്തരമായ പീഡനങ്ങളിലൂടെയും രക്തസാക്ഷിത്വങ്ങളിലൂടെയുമാണ് കടന്നുപോയത്. ബലിപീഠത്തിലെ തിരുശേഷിപ്പുകൾ ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. ആദ്യകാല സഭകളിൽ സഹദേന്മാരുടെ കല്ലറകൾക്ക് മുകളിലാണ് കുർബാന അർപ്പിച്ചിരുന്നത്. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ബലിപീഠത്തിലെ മൂറോനും കൂദാശയും തബലീത്ത സ്ഥാപനവും വിശുദ്ധരുടെ സാന്നിധ്യവും ഓർമ്മയും പ്രത്യേകമായി അവതരിപ്പിക്കുകയാണ്. അവിശ്വാസങ്ങളോടും പീഡനങ്ങളോടും പോരാടി വിജയം വരിച്ച വിശുദ്ധന്മാരുടെ സ്മരണ സഭയ്ക്ക് എക്കാലത്തും ആത്മീയ ശക്തിയും അതിജീവനത്തിനുള്ള പ്രചോദനവുമാണ്. 4. മധ്യസ്ഥതയും നിത്യജീവൻ്റെ പ്രത്യാശയും. സുറിയാനി സങ്കല്പത്തിൽ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച പരിശുദ്ധന്മാർ മരിച്ചവരല്ല, മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. അതിനാൽ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ദൈവത്തിനുമുമ്പിൽ അപേക്ഷിക്കാൻ അവർ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ നമുക്ക് നൽകുകയാണ്. മനുഷ്യന് ദൈവകൃപയാൽ വിശുദ്ധി പ്രാപിക്കുവാനും ദൈവത്തോട് ഐക്യപ്പെടുവാനും കഴിയുമെന്നതിൻ്റെ ജീവിക്കുന്ന മാതൃകകളാണ് പരിശുദ്ധന്മാർ. അവരെ ആരാധനയിൽ ചേർത്തു നിർത്തുന്നത് വിശ്വാസികളിൽ നിത്യജീവൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി സഭയിൽ പരിശുദ്ധന്മാർ ആരാധനയുടെ ഭാഗമാകുന്നത് കേവലം ചരിത്ര സ്മരണയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ഭൂമിയും സ്വർഗവും തമ്മിൽ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന വിശുദ്ധ ഐക്യത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ്. എന്താണ് ഈ തിരുശേഷിപ്പുകൾ? പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ ഈ തിരുശേഷിപ്പുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വിശുദ്ധ ജീവിതം നയിച്ച് ദൈവകൃപ നിറഞ്ഞവരായ പരിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും ഭൗതിക ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ ആണ് ഈ തിരുശേഷിപ്പുകൾ. തിരുശേഷിപ്പുകളെ പ്രധാനമായും 3 ക്രമത്തിൽ നമുക്ക് തരംതിരിക്കാം. 1-ാം തരം തിരുശേഷിപ്പുകൾ, ഫസ്റ്റ് ക്ലാസ് റെലിക്സ്. അത് പരിശുദ്ധന്മാരുടെ ശരീരഭാഗങ്ങൾ, അസ്ഥി, രക്തം, മുടി മുതലായവയാണ്. 2-ാം തരം സെക്കൻഡ് ക്ലാസ് റെലിക്സ്, പരിശുദ്ധന്മാർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, വസ്ത്രം, അവരുപയോഗിച്ച സ്ലീബ, ജപമാല, പ്രാർത്ഥനാ പുസ്തകങ്ങൾ ആദിയായവ. 3-ാം തരം തിരുശേഷിപ്പുകൾ, തേർഡ് ക്ലാസ് റെലിക്സ്. 1-ാം തരമോ 2-ാം തരമോ ആയ തിരുശേഷിപ്പുകളിൽ തൊടുവിച്ച് കൂദാശ ചെയ്ത വസ്തുക്കൾ. എന്താണ് ഈ തിരുശേഷിപ്പുകളുടെ പ്രാധാന്യത്തിനുള്ള ബൈബിൾ പശ്ചാത്തലം? പഴയ നിയമം, അതായത് 2 രാജാക്കന്മാർ 13:21 ഏലീശ പ്രവാചകൻ്റെ അസ്ഥികളിൽ തട്ടിയപ്പോൾ മരിച്ചയാൾ ഉയർത്തെഴുന്നേറ്റ സംഭവം നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ, അതായത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള ഭാഗത്ത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്ത് തൊട്ട രക്തസ്രാവക്കാരിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 19-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ ഉപയോഗിച്ചിരുന്ന തൂവാലകളും അംശവസ്ത്രങ്ങളും രോഗികളുടെ മേലിട്ടപ്പോൾ രോഗശാന്തിയും അശുദ്ധാത്മാക്കളുടെ വിടുതലും ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ തിരുശേഷിപ്പുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നതിൻ്റെ കാരണമെന്ത്? 1. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വാസസ്ഥലം. ഈ ദൈവശാസ്ത്രമനുസരിച്ച് പരിശുദ്ധന്മാർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ആത്മാവ് മാത്രമല്ല, അവരുടെ ഭൗതിക ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരുന്നു. മരണശേഷവും ദൈവീക കൃപ ആ ശരീരഭാഗങ്ങളിൽ നിലനിൽക്കുന്നുവെന്ന് സഭ വിശ്വസിക്കുന്നു. 2. തബലീത്തായും ബലിപീഠ പ്രതിഷ്ഠയും. ആദ്യകാല സഭയിൽ സഹദേന്മാരുടെ കല്ലറകൾക്ക് മുകളിലാണ് കുർബാന അർപ്പിച്ചിരുന്നത്. ഇതിൻ്റെ തുടർച്ചയായി പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ബലിപീഠത്തിൽ കുർബാന അർപ്പിക്കുന്ന വിശുദ്ധ പലകയായ തബലീത്ത പ്രതിഷ്ഠിക്കുമ്പോഴും പള്ളികൾ കൂദാശ ചെയ്യുമ്പോഴും ദൈവീക കൃപ
പകരണമെന്ന സങ്കല്പത്തിൽ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യവും സവിശേഷ തൈലാഭിഷേകവും അത്യാവശ്യമാണ്. 3. ഉത്ഥാനത്തിൻ്റെ സാക്ഷ്യം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഈ ഭൗതിക ശരീരങ്ങൾ മഹിമയോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന സഭയുടെ വലിയ ഉത്ഥാന പ്രത്യാശയുടെ പ്രതീകമാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ തിരുശേഷിപ്പുകൾ. ഈ തിരുശേഷിപ്പുകളെ സഭ വണങ്ങുകയും ആദരിക്കുകയുമാണ് ചെയ്യുന്നത്, ഒരിക്കലും അതിനെ ആരാധിക്കുകയല്ല. തിരുശേഷിപ്പുകളിലൂടെ അത്ഭുതങ്ങളോ രോഗശാന്തിയോ ഉണ്ടാകുമ്പോൾ ആ അത്ഭുതം പ്രവർത്തിക്കുന്നത് തിരുശേഷിപ്പല്ല, മറിച്ച് ആ വിശുദ്ധനിലൂടെ വ്യാപരിക്കുന്ന ദൈവീക ശക്തിയാണെന്ന് ഈ പാരമ്പര്യം വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ തിരുശേഷിപ്പുകൾ എന്നത് കേവലം ഒരു ചരിത്ര അവശേഷിപ്പല്ല, മറിച്ച് അത് സ്വർഗത്തിലെ സഭയും ഭൂമിയിലെ സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ജീവസുറ്റ തെളിവും വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ആത്മീയ ശക്തിയുടെയും മധ്യസ്ഥതയുടെയും സ്രോതസ്സുമാണ്. അപ്പോൾ ഈ പരിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്ന സങ്കല്പം കേവലം ഒരു സിദ്ധാന്തമായിട്ടല്ല, മറിച്ച് ആരാധനയിൽ അനുഭവിക്കുന്ന ജീവസുറ്റ ബന്ധമായിട്ടാണ് നാം അനുഭവിക്കുന്നത്. ഏക ശരീരമെന്ന ഒരനുഭവത്തിലേക്ക് ഈ കാഴ്ചപ്പാട് നമ്മെ നയിക്കുന്നു. ഈ കൂട്ടായ്മയിലൂടെ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്നു. ആരാധനവേളയിൽ ഈ സഭ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗീയ ആരാധനയിൽ നാമും പങ്കാളികളാവുന്നു. നമുക്കറിയാം, വിശുദ്ധ മദ്ബഹ അത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സംഗമസ്ഥാനമായി പ്രതീകാത്മകമായി നിലനിൽക്കുന്നു. ദേവാലയം തന്നെ ഈ വലിയ ഒരു കൂട്ടായ്മയുടെ പ്രതീകാത്മകമായ അവതരണമാണ്. വിശുദ്ധർ ചരിത്രത്തിലെ വിദൂര വ്യക്തികളല്ല, മറിച്ച് ദൈവത്തിനു മുമ്പാകെ നമുക്കായി മധ്യസ്ഥത വഹിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളാണെന്ന ബോധ്യം ഈ മധ്യസ്ഥത വഴി നാം മനസ്സിലാക്കുന്നു. അത് വെറും ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മീയ കുടുംബത്തിൽ ജീവിക്കുന്നവരുടെ അന്യോന്യമുള്ള ദിവ്യ കൂട്ടായ്മയുടെ പ്രായോഗികമായ ആവിഷ്കാരമാണ്. ആരാധനാക്രമത്തിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ വാങ്ങിപ്പോയവരുടെ സാന്നിധ്യം അത് പരിശുദ്ധരുടെ സഹവാസ കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ്. ഈ വിഷയം അടുത്ത ക്ലാസ്സിൽ നാം വിശകലനം ചെയ്യുന്നതാണ്. താങ്ക് യു.